ഹലോ, ഉണക്കച്ചെമ്മീൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം ഉണക്കച്ചെമ്മീൻ എങ്ങനെ ക്രിസ്പി ആയിട്ട് കറുമുറ കടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ 3-4 ദിവസം വരെ എങ്ങനെ തണുത്തു പോകാതെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ അമ്മമാർക്കൊക്കെ ഏകദേശം അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായി പുതിയതായി പാചകം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായി ഒന്നും കൂടി നമ്മുടെ ചാനലിലൂടെ പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഇടിച്ച മുളക് 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്, 1 പിടിയോളം ഉള്ളി എടുത്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ തലയും വാലും കാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ചെമ്മീൻ നമുക്ക് നന്നായി കഴുകിയെടുക്കാം. 2 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. അതിനുശേഷം 3ാമത് കഴുകുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിനായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വാരിയിട്ട് കൊടുക്കാം. എല്ലാം തന്നെ വെള്ളത്തിൽ നിന്ന് വാരി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി അത്യാവശ്യം കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ നന്നായിരിക്കട്ടെ. ഞാനിപ്പോൾ ചെമ്മീൻ വറുക്കാൻ എടുത്തിരിക്കുന്നത് ഉരുളിയാണ് കേട്ടോ. ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലാണ് ഞാൻ ചെമ്മീൻ വറുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കനം കുറഞ്ഞ ചട്ടിയൊക്കെ ആണെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും അടി ഇങ്ങനെ കട്ടിയുള്ള ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. ഇനി നമ്മൾ വാരിയിട്ട ഈ ചെമ്മീത്തിൻ്റെ അകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ, ഇനി അത് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ കൊടുക്കാൻ ശ്രദ്ധിക്കണേ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അല്പം സമയം എടുത്ത് തന്നെ വേണം കേട്ടോ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നേരിയ തീയിലിട്ട് ഇളക്കി കൊടുത്ത് വറുത്ത് വേണം. ഇങ്ങനെ പരത്തിയിട്ട് വറുത്ത് പിന്നെ ഇളക്കി കൊടുത്ത് പിന്നെയും പരത്തിയിട്ട് അങ്ങനെ നേരിയ തീയിലിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ചെമ്മീത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ചെമ്മീൻ പാകമായോ ഇല്ലയോ എന്ന് നമുക്കിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിരികിരാ സ്വരം കേൾക്കോട്ടെ. അപ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ഇട്ട് വഴറ്റുന്നത്. ഇനി ഇതിലെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മുളകിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഉള്ളി വഴറ്റുമ്പോഴേക്ക് അല്പം തീ കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. ഉള്ളിയിലെ ജലാംശം എല്ലാം പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിലെ ജലാംശമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടിച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയുടെ ചൂടിലിരുന്ന് വേണം നമ്മൾ ഇട്ട് കൊടുത്ത മുളക് ഇരുന്ന് മൊരിയാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഉതിരി പോലെ കിടക്കും. അപ്പോഴേക്കും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചെമ്മീനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പരത്തിയിടണം കേട്ടോ. അപ്പോൾ ആ ചട്ടിയുടെ ചൂടിലിരുന്ന് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇങ്ങനെ പരത്തി കൊടുത്ത് നമുക്ക് ചട്ടിയുടെ ചൂടാറുന്നവരെ അല്ലെങ്കിൽ ചെമ്മീൻ്റെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി അതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചെമ്മീൻ പൂർണ്ണമായും ആറിയതിന് ശേഷം മാത്രം നമുക്ക് ഡപ്പിയിലിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.